ബിരിയാണി കൊള്ളാം. സൂപ്പറാ ലെൻസ് മോളെ. ചിക്കൻ കാലി കണ്ടോ? ചോറിനകത്ത് ഞാൻ സാധാരണ സൂപ്പറാണോ? വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമുക്കിതൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാവേ. നമുക്കതിനായിട്ട് ചിക്കൻ നല്ലപോലെ വൃത്തിയാക്കി വെക്കാം. നമുക്കതിലേക്ക് ക്രഷ്ഡ് ചില്ലി, ക്രഷ്ഡ് ജിഞ്ചർ, ക്രഷ്ഡ് ഗാർലിക് നമുക്ക് ഇത്ര നല്ലപോലെ ആഡ് ചെയ്യാം. ആവശ്യം പോലെ നമ്മുടെ എരിവ് പോലെ വേണം പച്ചമുളക് ആഡ് ചെയ്യാൻ വേണ്ടി. അതേപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ശകലം മുളക് പൊടി ജസ്റ്റ് ശകലേ ആകാവുള്ളൂ. നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം ചിക്കനിലേക്ക്. നല്ലപോലെ കൈകൊണ്ട് വേണം നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി ചിക്കനിലേക്ക്. നമുക്ക് തലേദിവസം ഉണ്ടാക്കി വെക്കാം. നമുക്കല്ലെങ്കിൽ പിറ്റേ ദിവസം ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്നതാണ് ഇതിങ്ങനെ ഉണ്ടാക്കി. അതേപോലെ നമുക്ക് കൊറിയാണ്ടർ, പുതിനയില അതൊക്കെ വൃത്തിയാക്കി വെക്കാം. ഒനിയൻ നമുക്ക് അരിഞ്ഞ് വെക്കാം. നമുക്ക് ഗ്രീൻ മസാലയ്ക്കായിട്ട് നമുക്ക് കൊറിയാണ്ടറും പുതിനയിലയും വേണം. അതുപോലെ തൈരും നല്ലപോലെ അടിച്ചെടുക്കണം മിക്സിക്കകത്ത്. നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് അരി കഴുകി വൃത്തിയാക്കി വെക്കണം. അതേപോലെ നമുക്ക് ഗരം മസാലയ്ക്ക് വേണ്ടി പെരിഞ്ജീരകം, ഏലക്ക, പട്ട, കറുവാപ്പട്ട അതൊക്കെ നമുക്ക് നല്ലപോലെ ചൂടാക്കിയ ശേഷം നമുക്ക് പൊടിച്ച് വെക്കാം. അതേപോലെ നമുക്ക് ഓനിയൻ ഫ്രൈ ചെയ്ത് വെക്കണം. ഇത്രയാണ് നമ്മുടെ പകുതി പണി നമ്മുടെ കഴിഞ്ഞു ഓൾറെഡി. നമുക്കിനിയും ബിരിയാണിയിലേക്ക് ഉണ്ടാക്കാൻ നമുക്ക് കിടക്കാം. നമുക്കിനിയും കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നേരത്തെ നമ്മൾ ഒനിയൻ വറുത്തില്ലായിരുന്നു, ആ സെയിം ചട്ടിന് നമുക്ക് മതി. ശാലോ വത്തി ഓയിലുണ്ട്, നമുക്കത് മതിയാകും. ജസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് ശാലോ ഫ്രൈ ചെയ്യാവേ. ഒത്തിരി അങ്ങ് ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒരു മീഡിയം ടൈപ്പ് ഫ്രൈ ആയാൽ മതി. ജസ്റ്റ് അപ്പുറം ഇപ്പുറം നമുക്ക് മറിച്ചിടാം. ശകലം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നമുക്ക് അപ്പം ഒരു ടൊമാറ്റോ ആഡ് ചെയ്യാവേ. ടൊമാറ്റോയും പെട്ടെന്ന് ഇങ്ങനെ ഇതാകും, അലിയും. നമുക്കിനി നല്ലപോലെ ഒരു 2 സ്പൂൺ നമുക്ക് കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യാം. അതേപോലെ ഗരം മസാല നമ്മൾ നേരത്തെ പൊടിച്ചില്ലായിരുന്നു, നമുക്ക് അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഗരം മസാല. വേറെ നമുക്കൊന്നും പൊടികൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഓൾറെഡി ആഡ് ചെയ്തായിരുന്നു. നമുക്കിനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല വേറെ പൊടികളൊന്നും. നമുക്കിനി കുറച്ച് സെറ്റാകുമ്പോൾ നമുക്കിനി നമ്മുടെ ഗ്രീൻ മസാല ഉണ്ടല്ലോ നേരത്തെ അരച്ച് വെച്ചിരുന്നത്, നമുക്കതിനി ആഡ് ചെയ്യാം. അത് 2 സ്പൂൺ നമുക്ക് മാറ്റി വെച്ചേക്കണം, കാരണം നമുക്കിനി ചോറിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇതൊക്കെ നല്ലപോലെ നമുക്ക് ഇളക്കാം. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ മസാലയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ. ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനി കവർ ചെയ്ത് വെക്കാവേ കുറച്ച് നേരത്തേക്ക്. ചിക്കൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ശാലോ ഒനിയൻ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്തില്ലായിരുന്നോ? വറുത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ ചെയ്ത ഒനിയൻ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചിക്കൻ ഗ്രേവി സെറ്റായിട്ടുണ്ട്. നമുക്കിനി റൈസ് സെറ്റാക്കാം. നമുക്ക് ശകലം പട്ട, ഏലക്ക, ഗ്രാമ്പു ആഡ് ചെയ്യാം. നമുക്ക് അതേപോലെ നമുക്ക് റൈസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നല്ലപോലെ ഒന്ന് ഇളക്കാം നമുക്ക്. ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഇത്ര എഴുതിയിട്ടേക്കുന്നത്. നമുക്ക് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം, അല്ല അടുക്കി പിടിക്കും. നമുക്കിനി നമ്മുടെ ഗ്രീൻ മസാല വിത്തി ആഡ് ചെയ്യാവേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലായിരുന്നു, നമുക്കത് വിത്തി ആഡ് ചെയ്യാം. നല്ലപോലെ ഇളക്കാം. നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറട്ടെ. നമുക്കിനി നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാവേ. നമ്മൾ എത്രയാണോ അരി എടുത്തത് നമുക്ക് അതിൽ ഇരട്ടി നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാം. നമുക്കിനി സോൾട്ട് ആഡ് ചെയ്യണം, അത് മറക്കല്ല്. ഇതാണ് പെട്ടെന്ന് വേവുന്ന അരിയാണ് ഇത് കേട്ടോ. ഇത് ബസ്മതി റൈസാണ്. നമുക്കിനി ദം ചെയ്യാം ബിരിയാണി.
ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. നമുക്ക് അതിൻ്റെ അടിയിൽ നല്ലപോലെ ഗീ തടവുക. നമുക്ക് ആദ്യം ചിക്കൻ മസാല ആഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ മീതെ നമുക്ക് ചോറ് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ശകലം കൊറിയാണ്ടറും പുതിനയിലയും ആഡ് ചെയ്യാം. ശകലം ഒനിയന്, കഷ്നട്ട്, നമുക്കതേപോലെ കിസ്മിസ് ആഡ് ചെയ്യാം. നമുക്ക് ചോറ് ആഡ് ചെയ്യാം. നമുക്കതേപോലെ ശകലം ഗരം മസാല ശകലം തൂക്കി വെക്കണം അതിൻ്റെ മുകളിൽ കൂടെ. നമുക്കിത് നല്ലോണം അലുമിനിയം ഫോയിലിലൂടെ നമുക്ക് നല്ലോണം കവർ ചെയ്യാം. ദം ചെയ്ത് വെക്കാം. നമുക്ക് 10 മിനിറ്റ്. നമ്മുടെ ബിരിയാണി നല്ല സൂപ്പറായിട്ടുണ്ട്. ബിരിയാണി നല്ല റൈസൊക്കെ നല്ല പാകത്തിനാണ് വെന്തേക്കുന്നത്. കണ്ടോ, സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.